നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ പ്രൊഫസർ താരക പണിക്കർ രാവിലെ മുറ്റത്ത് വന്നിന്ന് വെല്ലുവിളിക്കുന്നത്? വിശദീകരിച്ച് പറയാം ഡോക്ടർ സാവിത്രി. ഇവരൊക്കെ ഇത്ര പെട്ടെന്ന് ഡോക്ടറും പ്രൊഫസറും ഒക്കെ ആയോ? എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ വിളമ്പാനുണ്ട്. ഓഹോ, വിളമ്പാൻ തിരുവോണ സദ്യയായിട്ടാണോ ഇങ്ങോട്ട് പോന്നേക്കുന്നത്? കണ്ട അലവലാദികളുടെ സദ്യ ഒന്നും ഇവിടെ വേണ്ട. ഇന്ന് രണ്ടിലൊന്നും അറിയണം. അതറിഞ്ഞിട്ടേ ഈ താരക പണിക്കർ ഇവിടുന്ന് പോകും. പണിക്കർ പെണ്ണുപിള്ളേ, ഇവിടെ കിടന്ന് അലറിയാലുണ്ടല്ലോ. ഇത് മീൻ ചന്തയൊന്നും അല്ല, ചെമ്പകമംഗലോ. ഏത് പിച്ചകമംഗലാണെങ്കിലും താരകയ്ക്ക് പറയാനുള്ളത് താരക പറയും. നിങ്ങൾ പറയാനുള്ളത് പറയൂ, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാതെ. പറയാനല്ല, അലറാനാ പോകുന്നത്. ഇവിടെ കിടന്ന് അലറാനൊന്നും പറ്റില്ല, ചവിട്ടിക്കാൻ പുറത്താക്കും. എന്താ രാവിലെ ഇവിടെ ഒരു ബഹളം? ഇവിടുത്തെ കൊച്ചുമോനെ ഇങ്ങോട്ട് വിളിക്ക്, ACP. എന്താ ഞാൻ ബഹളം വെക്കുന്നുള്ള കാര്യം അവൻ പറയും. പെണ്ണുപിള്ളേ, വെറുതെ നടക്കുന്ന യൂസ്ലെസ് തള്ളേ. എന്റെ മകനെ അവന് വരുന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ ഈ വെപ്പുപല്ലെ അടിച്ച് ഞാൻ തെറിപ്പിക്കും. ഞാൻ ആരാണെന്നാ നീ കരുതിയത്? നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ACP നിങ്ങളോട് എന്ത് ചെയ്തെന്നാ പറയുന്നേ? ഓ, നീയാണല്ലോ ഇപ്പൊ അവന്റെ ഭാര്യ. നിന്നോട് പറഞ്ഞേക്കാം. നാക്ക് വളച്ച് എന്തും പറയാന്ന് കരുതരുത്. കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞാൻ പടിക്ക് പുറത്താക്കും. പറഞ്ഞേക്കാം. മീനാക്ഷി, ഇവരൊരു സംസ്കാരമില്ലാത്ത സ്ത്രീയാ. എന്റെ ജഗദീഷിനെ പറ്റിയ ഒരു അബദ്ധം. അവരോട് സംസാരിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് ചെളി പടരും. താരക പണിക്കരെ, എന്റെ കൊച്ചുമകൻ കാർത്തി നിങ്ങളോട് എന്ത് ചെയ്തെന്നാ? അത് തുറന്നു പറ. അവൻ എന്നോടല്ല ചെയ്തത്, എന്റെ മകൻ വൈശാഖിനോടാ. വൈശാഖിനെ കാർത്തി എന്ത് ചെയ്തു? അവൻ അവന്റെ പോലീസുകാരും കൂടി വളഞ്ഞിട്ട് തല്ലി, നിലത്ത് നിർത്താതെ തല്ലി. കണക്കായിപ്പോയി. കയ്യും കാലും എല്ലാം പിടിച്ച് തിരിച്ചു കളഞ്ഞു. അല്ല, എന്നിട്ട് അവന്റെ ബാക്കി വല്ലതും ഉണ്ടോ? അവനെ ഒരു ശവശരീരം പോലെ വീട്ടിൽ കട്ടിലിൽ കിടക്കുക. കൊല്ലാനായിരുന്നു ACPയുടെ പ്ലാൻ. എന്തായാലും ജീവനോട് കിട്ടിയല്ലോ, അതിന് ദൈവത്തോട് നന്ദി പറ. എന്റെ കുഞ്ഞിനെ തല്ലി കൊല്ലാറാക്കിയതിന് ഞാൻ സമാധാനം പറയിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകും. ഈ അക്രമം കാട്ടിയതിന് പകരം വിട്ടാൽ ഞാൻ ഏതറ്റം വരെയും പോകും. തള്ളേ, ഇവിടെ കിടന്ന് തൊള്ള തുറന്നാലേ നിങ്ങളുടെ അന്ത്യം ഇവിടെ തന്നെ ആയിരിക്കും. ഒരാളെ കൊല്ലുമെന്ന് ജാതകത്തിൽ എനിക്കുണ്ട്. മോനെ കാർത്തി, അവൻ എന്തിനാ വിളിക്കുന്നത് അമ്മ? ആ വൈശാഖിന് 2 തല്ലു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് വേണ്ടതാ. നിങ്ങൾ പോവാൻ നോക്ക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. എന്നോട് ഇവിടുന്ന് പോകാൻ പറയാ. നീ ആരാടി? എന്റെ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഈ തള്ളിവിടുത്ത് എന്താ വേണ്ടേ? എന്താ പ്രശ്നം? മീനാക്ഷി, എന്താ? നീ ഇവരുടെ എറണം കെട്ട ആ മകനെ തല്ലിയോ? ഓ, അതാണോ? ഞാനല്ല അവനെ തല്ലിയത്, SIയും പോലീസുകാരും കൂടിയാ. എന്നോട് ചെയ്തതിന് കൂലിയായിട്ട് അവരവനെ തല്ലിയത്. അവര് വീണ്ടും തല്ലുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാ നിർത്തിയത്. ഒരു പോലീസ് ഉദ്യോഗം കയ്യിലുണ്ടെന്ന് കരുതി എന്തുമാകാന്ന് കരുതരുത്. അങ്ങനെ ഞാൻ കരുതിയിരുന്നെങ്കിൽ നിങ്ങളുടെ മകനൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ ഇതിന് പകരം ചോദിക്കാൻ വേറെ നിയമപാലകരും ഉണ്ടോ? ഞാനും ഒന്ന് നോക്കട്ടെ. നീ പോയി നോക്ക്. ഇനി ഇവിടെ കിടന്ന് കുറച്ച പ്രായമൊക്കെ ഞാനങ്ങ് മറക്കും. ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ തല്ലും. തല്ല് വേണോ അതാ സ്ഥലം വിടുന്നോ? പോകുക ഞാൻ. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ഒന്നിനെ വെറുതെ വിടില്ല ഞാൻ.
അല്ല, മീനാക്ഷിയെ നോക്കാൻ അവളുടെ അമ്മയില്ലായിരുന്നോ, മാധുരി? എന്താ ജേട്ടൻ എന്താ ചിരിക്കുന്ന? എന്താ മാതിരി കുറിച്ച് ദേവി കരുതിയിരിക്കുന്നത്? അവളുടെ കാര്യങ്ങൾ വല്ലതും ദേവിക്കറിയോ? മരിച്ചുപോയ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് അത്ര ശരിയല്ല. ഞാൻ പറയുന്നത് കുറ്റമാണെന്ന് കരുതുകയും വേണ്ട. മാധുരി ഒരിക്കലും മീനാക്ഷിയുടെ കാര്യം നോക്കിയിട്ടേ ഇല്ല. അവൾക്ക് അവളുടെ കാര്യത്തിന് മാത്രമായിരുന്നു ശ്രദ്ധ. അവൾക്ക് അവളുടെ സൗന്ദര്യം, എപ്പോഴും ബ്യൂട്ടി പാർലർ, പിന്നെ ലേഡീസ് ക്ലബില് കഷ്ടിച്ച 6 മാസമോ മറ്റോ. പിന്നെ കുഞ്ഞിനുള്ള ഫീഡിങ് നിർത്തി. ഒരിക്കലും അവൾ മീനാക്ഷിയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഒരു വല്ലാത്ത സ്വഭാവമായിരുന്നു ദേവി മാധുരിക്ക്. ഇത് ഞാൻ തുറന്നു പറയുന്നത് വളരെ ചീപ്പാണെന്ന് എനിക്കറിയാം. പക്ഷേ ദേവിയോടായതുകൊണ്ട് മാത്രം ഞാൻ പറയുക. എന്നും ദേവിയുടെ കാര്യം പറഞ്ഞായിരുന്നു ഞങ്ങൾ തമ്മിൽ വഴക്ക്. സത്യം പറഞ്ഞാൽ മീനാക്ഷി ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചത് ഇവിടെ വന്ന് ദേവിയുടെ മകളായതിനു ശേഷമാണ്. ദേവിയിൽ അന്നൊരു കുട്ടി ജനിച്ചിരുന്നെങ്കിൽ ഈ തെറ്റെനിക്ക് പറ്റില്ലായിരുന്നു. അതെങ്ങനെ? ദൈവത്തിന്റെ തീരുമാനമല്ലേ നടപ്പാവൂ. അല്ല, കുഞ്ഞച്ഛന്റെ കയ്യിലാണല്ലോ. ആ ഇപ്പൊ ഇവക്ക് വഴക്കൊന്നുമില്ലേ? ഒരു വഴക്കുമില്ല. ജേട്ടൻ എടുത്തപ്പോ കുഞ്ഞ് കരച്ചില് നിർത്തി. മഹാവഴക്കാളിയായ നിന്നെ ഞാൻ നോക്കിയിട്ടില്ലേ. അക്കാര്യമൊക്കെ ഞാൻ ദേവിയോട് പറയായിരുന്നു. മീനാക്ഷി കുഞ്ഞിലെ മഹാപ്രശ്നക്കാരിയായിരുന്നോ? നീറായിരുന്നു നീറ്. കലിയേറിയാലേ ഇവള് കടിച്ചു കീറും. കത്തിമുന പോലെയായിരുന്നു പല്ലുകള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.